ഹലോ, മൃഗാശുപത്രിയാ ഇതോ? ഇത് ഭ്രാന്താശുപത്രിയാ. ശരിക്കുള്ള നമ്പർ ഡയൽ ചെയ്യടൂ. ഹലോ, മൃഗാശുപത്രിയാ? അതെ, മൃഗാശുപത്രിയാണ്. എന്ത് വേണം? ഞാൻ ആരാണെന്നോ? താൻ ആരാടോ? ഇത് ശങ്കരമംഗലം തറവാടാണ്, പ്രശസ്തമായ ശങ്കരമംഗലം തറവാട്. ഇവിടെ വിളിച്ച് മൃഗാശുപത്രിയാണോ മൃഗാശുപത്രിയാണോ എന്ന് ചോദിക്കുന്നത് മനഃപൂർവ്വമാണോ? എങ്കിൽ താൻ കളിക്കുന്നത് തീക്കളിയാണെന്ന് മനസ്സിലാക്കിക്കോളൂ. ആരെ ആരെ? നന്ദിനിയോ? അയ്യോ നന്ദിനി, ഇത് ദേവേട്ടനാണ്, ദേവേട്ടനാണ്. അതെ, ഇപ്പൊ 2 തവണ മൃഗാശുപത്രിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഫോൺ വന്നു. സോറി സോറി സോറി. ഇല്ല ഇല്ല, അച്ഛനമ്മ ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. എന്ത് വിശേഷമാണെങ്കിലും എന്നോട് പറഞ്ഞോളൂ. പിന്നെ നമ്മുടെ ആശുപത്രി ഞാൻ ഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഊമക്കത്ത് അത് വെറും നുണയാണ് കേട്ടോ. എന്ത്? അടുത്ത ആഴ്ച വരികയാണെന്നോ? വെരി ഗുഡ്. അടുത്ത ആഴ്ച എന്ന് വെച്ചാൽ ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ? ഹലോ 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 ഹലോ. ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല. അമ്മായി, നന്ദിനി അടുത്ത ആഴ്ച ലണ്ടനിൽ നിന്ന് വരുന്നു. അമ്മാവാ, എന്താ ഇപ്പൊ ഫോൺ വന്നു. നന്ദിനി അടുത്ത ആഴ്ച പുറപ്പെടും അത്രേ. കൂടുതൽ സംസാരിക്കാൻ ഞാൻ ശ്രമിച്ചു, അപ്പോഴേക്കും ഫോൺ കട്ടായി പോയി. ഞാൻ മുറി ചെന്നിരിക്കാം, വീണ്ടും ഫോൺ വന്നെങ്കിലോ? ഇനി ഇവിടെ ചോറും കറിയും വെക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് കാണണം. ഭദ്രകാളി, സ്വന്തം ഭർത്താവ് പട്ടിണി കിടന്ന് ചാവണമെന്ന് അവളുടെ ആശ. അല്ലടി, നിന്നെ കൊന്നിട്ട് ഞാനും ചാവുള്ളൂ. അടി ഭദ്രകാളി, ഇറങ്ങി വാടി. എന്താടി നോക്കുന്നത്? കാരണം പോലീസും നീയും തമ്മിലുള്ള ഇടപാട് നാട്ടിൽ മുഴുവൻ പാട്ടായി നാളെ കിടക്കുമ്പോഴാടി ഞാൻ വന്നത്. പോലീസ് മുങ്ങിയപ്പോ ഒരുത്തരും കിട്ടിയില്ല, നിന്നെ കെട്ടാൻ ഞാൻ കെട്ടി. അതാണടി എന്റെ ആത്മാർത്ഥത. ആ എണ്ണ നിനക്കിപ്പം വരില്ല, എനിക്ക് മാത്രം ഇവിടെ ചോറില്ല. അല്ലടി, എന്താ കണ്ടൂടെ ചട്ടി? പഴയതിൽ ഇനി ഇതും കൂടി ബാക്കിയുള്ളൂ. ഇതും കൂടി ഒന്ന് ഉടച്ചു തന്നായിരുന്നെങ്കിൽ എനിക്ക് പോയി പുതിയത് വാങ്ങിക്കായിരുന്നു. പിന്നെ അത് ഉടച്ചു തുടങ്ങാം. ഉടക്കാനാ പറഞ്ഞത്. തൊട്ട് പോരു തന്നെ. ഈ കയ്യും വിട്ടു. കള്ളു കുടിക്കാൻ കാശ് വന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞില്ല ഇത് അരി വാങ്ങിക്കാനുള്ള കാശാണ്, ഇത് തരില്ലെന്ന്. അപ്പ പറഞ്ഞ് എനിക്ക് ചോറ് വേണ്ട, കള്ളു മതിയെന്ന്. കള്ളു കുടിച്ചു കഴിഞ്ഞപ്പോ ചോറ് വേണമെന്ന്. ഇവിടെ ചോറില്ല, ഇല്ല ഇല്ല. ഇനി ഇവിടെ കിടന്ന് ഒച്ചയും വേളം ഉണ്ടാക്കിയാലുണ്ടല്ലോ, എന്റെ സ്വഭാവം അറിയാലോ. കാരണം പോലീസുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിരുന്നെങ്കിലേ പിന്നെ എന്തിനാ ഇയാളെന്നെ കെട്ടിയത്? നിന്റെ തന്ത എനിക്ക് കാശ് തന്നിട്ട്. അവളെ വിടടി, എന്നെ കൊല്ലട്ടെ. ഞാൻ ചത്താ അവക്ക് കരണം പോലീസില്ലേ? പിള്ളേരുടെ മുമ്പിൽ വെച്ച് തോന്നിയ ദിവസം പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കരണം പോലീസുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിരുന്നു തന്നെ കൂട്ടിക്കോളൂ. നിങ്ങളുടെ ആദ്യ ഭാര്യ പതിവ്രത ആയിരുന്നല്ലോ, എന്നിട്ട് എന്തേ അവളൊരു ലോക കള്ളനെ പറ്റൂ? മുട്ടയെന്ന് വരുന്നതിന് മുമ്പ് അവൻ ജയിലിൽ കിടന്നില്ലേ? ഇപ്പോഴും ആളുകളെ പറ്റിച്ച് നടക്കില്ലേ? എത്ര കലം പൊട്ടിച്ചു പറ. എനിക്ക് ചോറ് തന്നില്ല. ചോറ് വേണ്ട, ആ അരിയുടെ കാശിന് കള്ളു മതി എന്ന് ചേട്ടൻ പറഞ്ഞാണ്. അതന്നെയല്ലേ സംഭവം? ഇന്നെങ്കിലും വല്ല പുതുമ ഉണ്ടാവും ഞാൻ വിചാരിച്ചു, ഉണ്ടായില്ല. കലത്തിന്റെ കാശ് വേണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ തന്നേക്കാം. അയ്യോ, പ്രശ്നം തീർന്നല്ലോ, തീർന്നല്ലോ. ഈ രൂപ രാജഗോപാൽ എന്റെ പേർക്ക് മണി ഓർഡർ അയച്ചതാ നിങ്ങൾക്ക് തരാൻ. ആണോ? എങ്കിൽ എനിക്ക് മുട്ടി ഇവളിപ്പോ അവനെ തെറി പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ പറയാതിരിക്കും? അവന്റെ ഈ പെമ്പിള്ളാരുടെ തള്ള രണ്ടാണെങ്കിലും തന്ത നിങ്ങൾ തന്നെയല്ലേ. പെങ്ങന്മാർക്ക് ചെലവിന് കൊടുക്കേണ്ടത് ആങ്ങളയുടെ കടമയാ, ഇല്ലേ അയ്മുട്ടി? അതെ അതെ അതെ. കൊല്ലിഞ്ഞ എന്താടി നോക്കിയിരിക്കുന്നത്? കേൾപ്പടി കാഴ്ച കാണാൻ വന്ന് നിൽക്കുന്നു. ഈ പണം അവൻ എന്റെ പേർക്ക് അയക്കാൻ എന്താ കാരണം? എന്താ ഇവിടുത്തെ മേൽവിലാസം അറിഞ്ഞൂടെ? എന്തോ എനിക്കറിഞ്ഞൂടാ. അവൻ എവിടെയുള്ളത്? ആരെയാ ഇപ്പൊ അവൻ പറ്റിച്ചോണ്ടിരിക്കുന്നത്? എനിക്കൊന്നും അറിഞ്ഞൂടാ എന്റെ പടച്ചോനെ.
നീ അവനെ കണ്ടു, ഈ പണം നിന്റെ കയ്യിൽ അവൻ നേരിട്ട് തന്നാന്ന് ഞാൻ പറയും. അല്ലെന്ന് ഞാൻ പറയുന്നു. ശരി ശരി, അല്ലെങ്കിൽ ഇതാ, പോട്ടെ. മോനെ ഒരു 50 രൂപ എനിക്ക് താടാ. 50 രൂപ പോയിട്ട് 10ന്റെ പൈസ എന്റെ കയ്യിലില്ല. ഇല്ലെങ്കിൽ വേണ്ട, വാ നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, ഞാനിപ്പോ ചായ കുടിച്ചാണ്. എന്താണെടാ, ഒരു ചായ കുടിക്കണ്ടെന്നാ. ഞാൻ ചായ കുടിച്ചാണെന്ന്. ആ ശരി, അത് അവിടെയുള്ള കുടിച്ചു. ചേട്ടാ, ഞാനിപ്പോ കുടിച്ച. ഒരു ചായ. അവിടെയല്ലേ അതെ, വാതിലടിച്ച് കുറ്റിയിട്ടതാ. നിനക്കറിയാം അവൻ എവിടെയാ ഉള്ളത്. അവൻ കാശുണ്ടാക്കുന്നുണ്ടെന്നുള്ളതും എനിക്ക് മനസ്സിലായി. അവനെ കാണിച്ചു തരാതെ നിന്നെ ഇവിടുന്ന് പുറത്ത് വിടുന്ന പ്രശ്നമല്ലേ ആയിമുട്ടി പറ്റി അവനെ കേടാ. എനിക്ക് ആ അഡ്വാൻസ് കിട്ടിയ വളരെ നന്നായിരുന്നു. പറഞ്ഞിരുന്ന സമയം കഴിഞ്ഞിരിക്കുക. അതെ ഡോക്ടറെ, ഞാനേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ വന്നത്. അഡ്വാൻസ് എന്തിനാ? ഞാൻ ഈ ആശുപത്രി എന്നെ എഴുതി അങ്ങോട്ട് തരുമല്ലോ. ആശുപത്രി കിട്ടിയിട്ട് എനിക്ക് എന്താ കാര്യം? അതെ, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാന്നേ. ഡോക്ടർക്ക് ഇപ്പൊ ഈ നാട്ടിൽ എന്താ പേരെന്ന് അറിയുവോ? എന്റെ മോൾ ഒരു ദിവസം ലണ്ടനിൽ നിന്ന് ഫോൺ ചെയ്ത് ചോദിക്കുക, അച്ഛാ നമ്മുടെ ആശുപത്രി മിടുക്കനും സുന്ദരമായ ഡോക്ടർ എത്തിയെന്ന് കേട്ടത് ശരിയാണോ എന്ന്. ഞാൻ പറഞ്ഞു ശരിയാണെന്ന്. അവക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. അതായത് ഡോക്ടറിന്റെ പേര് ലണ്ടൻ വരെ എത്തിയിരിക്കുന്നു. ആരോ ഇവിടുന്ന് ഊമക്കത്തെഴുതി അറിയിച്ചതാവും. ഇനിയും കുറച്ചു കാലം കൂടി ഞാനിവിടെ നിൽക്കേണ്ടി വന്നാൽ ലണ്ടൻ മാത്രമല്ല, ലോകം മുഴുവൻ ഞാൻ അറിയപ്പെടും. അതാണ് എന്റെ അവസ്ഥ. അറിയപ്പെടണം. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. എന്റെ മോള് ലണ്ടനിൽ എന്ത് ചെയ്യുന്നു എന്ന് ഡോക്ടർ ചോദിച്ചില്ല. മകൾ അവിടെ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നു എന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ചോദിച്ചില്ലെന്നേ ഉള്ളൂ. അവളവിടെ FRCS പഠിക്കുകയാണ്. വളരെ സന്തോഷം. ഞാനൊരു ശുദ്ധ മനസ്കനാണേ. ഞാൻ അതിലും ശുദ്ധ മനസ്കനാ. അല്ല, അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ വളച്ചുകെട്ടി സംസാരത്തിന്റെ ആവശ്യമില്ല. ഡോക്ടർ എന്റെ മരുമോനായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കാകെ ഒരു മകളേ ഉള്ളൂ. അവളെ സുരക്ഷിതമായ കയ്യിലേൽപ്പിച്ചാൽ. എന്റെ കൈ വളരെ സുരക്ഷിതമായ കൈയാണ്. പക്ഷേ ഒരു പക്ഷമില്ല ഡോക്ടർ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് അഡ്വാൻസ് പെട്ടെന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഇല്ല, ഇനി നമ്മൾ തമ്മിൽ അഡ്വാൻസും ഇല്ല, ശമ്പളവും ഇല്ല. എന്റെ മോളെയും അതോടൊപ്പം ഈ ആശുപത്രിയും കൂടി അങ്ങോട്ട് ഏൽപ്പിക്കുക. അതല്ല, ഒന്നും പറയണ്ട, ഒന്നും പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഒന്നും പറയണ്ട. ഭഗവാനെ, ഒടുവിൽ അഡ്വാൻസും ഇല്ലാണ്ടായോ? ഡോക്ടർ, എന്താണോ? ഡോക്ടർ അച്ഛനമ്മയും വന്നിരിക്കുന്നു. ഡോക്ടറിന്റെ അച്ഛനോ? നോക്കത്താ ദൂരം വരെയായിരുന്നു പാടം. പിന്നെ തെങ്ങുന്തോപ്പ്, റബ്ബർ, ചുക്ക്, കുരുമുളക്, ഏലം ഇതെല്ലാം വിറ്റിട്ടാണ് ഇവനെ പഠിപ്പിച്ചത്. കോഴിക്കോട് പഠിച്ചു കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞു എറണാകുളത്ത് പഠിക്കണം, പിന്നെ പറഞ്ഞു തൃശ്ശൂര് പഠിക്കണം, പിന്നെ കണ്ണൂര്, കോട്ടയം, കാഞ്ഞിരപ്പള്ളി, അങ്ങനെ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെയുള്ള സ്ഥലത്ത് ഞങ്ങൾ അവനെ പഠിപ്പിച്ചു. ഇതും കഴിഞ്ഞപ്പോ പറയാണ് എന്തോ ഒരു പാല്. എന്ത് പാല്? മണിപ്പാല്. ഞാൻ പറഞ്ഞോളാം, എനിക്കറിയാം. ഇടയ്ക്ക് കയറി പറയരുത്. എന്താണ്? മണിപ്പാലി പഠിക്കണം. ആ സമയത്താണ് നമ്മൾ ആ റബ്ബർ എസ്റ്റേറ്റ് വിറ്റത്. 27 ഏക്കറല്ല, അമരാവതിയിലുള്ള 30 ഏക്കർ. ആര് നോക്കണ എവിടേക്ക് കിടക്കണം? എന്ത് വിറ്റാലെന്താ? ഒന്നും പാഴായി പോയിട്ടില്ലല്ലോ. റബ്ബറും തെങ്ങും ഒക്കെ ഇനി ഇഷ്ടം പോലെ വാങ്ങിക്കാമല്ലോ. എല്ലാരും ഉണ്ടല്ലോ. മമ്മി എന്തൊക്കെയുണ്ട് വിശേഷം? ഡാഡി എവിടെ? ഡാഡി അങ്ങ് ഒത്തിരി ക്ഷീണിച്ചു പോയല്ലോ. ആളെ കണ്ടിട്ട് മനസ്സിലായില്ല. സുമേ, ലതേ, അയ്മുട്ടി. ഞങ്ങളെയൊന്നും ഓർക്കുന്നില്ല. ഒരു എഴുത്തുമില്ല, ഒരു ഫോൺ പോലും ചെയ്യാറുമില്ല. ഡോക്ടർക്ക് എവിടാ ഇതിനൊക്കെ സമയം? മമ്മി, ഡാഡി, ഇത് ആശുപത്രി ഓണർ കുമാരൻ തമ്പി. മാധവൻ തമ്പി. ഓ, മാധവൻ തമ്പി. ഞങ്ങൾ വേണ്ടതുപോലെ പരിചയപ്പെട്ടു. ഡോക്ടർ ഡ്യൂട്ടിയിലല്ലേ? ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത് വേണ്ട, അവർക്ക് പോകാൻ തിരക്ക് കാണും. തിരക്കില്ല, ഞങ്ങൾക്ക് ഒരു തിരക്കുമില്ല. അപ്പോഴോ? അയ്മുട്ടി, ഇറങ്ങാൻ നേരത്തെ കാറ് കേടായി. പിന്നെ ഞങ്ങൾ ലോറിയിൽ അല്ല ബസ്സിലാണ് വന്നത്. ഡോക്ടറെ, എല്ലാം ഒരു നിമിത്തമായിട്ടാ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ ഡാഡിയും മമ്മി ഇന്നിവിടെ എത്തിച്ചേരുവോ? വന്നാട്ടെ, ഞാൻ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അത് വേണ്ട. ഒന്നും പറയണ്ട. വന്നാട്ടെ. നമുക്ക് വൈകിട്ട് കാണാം. അങ്ങോട്ട് കേറ്, കേറ്, വേഗം കേറ്. ഞാൻ പറഞ്ഞു. ചേച്ചി, മക്കളെ കയറി. മോനെ, നീ വേഗം വരണേ. ഓക്കേ, സർ. എന്നെ പിടിച്ചൊരു മുറിക്കകത്തിട്ട് പൂട്ടി. കഞ്ഞിവെള്ളം പോലും തന്നില്ല. ഒടുക്കം അലക്കമ്പലിൽ നിന്ന് വാടക കൂടെ തുണി ഒപ്പിച്ചു. എനിക്ക് വേറെ നിവൃത്തി ഉണ്ടായില്ല രാജഗോപാല. സാരമില്ല, ഇന്നുകൊണ്ടെല്ലാം തീരുമല്ലോ.